ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കേക്കിൻ്റെ കാര്യമല്ല പറയാൻ വന്നിരിക്കുന്നത്. വേറൊരു കാര്യം, എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അതാരും തെറ്റായിട്ടൊന്നും കാണരുത്, എന്നെ വന്ന് തെറ്റായിട്ട് പറയുകയും ചെയ്യരുത്. പിന്നെ എൻ്റെ ശബ്ദം എനിക്ക് പൊതുവെ തോന്നാറ് കേൾക്കാൻ ഭയങ്കര ബോറെന്നാണ്. അറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഒരുപാട് ന്യൂസുകൾ കേൾക്കുകയാണല്ലോ. അതായത് കൊച്ചു കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ വന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ടിനെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ ഒരുപാട് ഡൗറി, ഇപ്പം തന്നെ റിതന്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ചർച്ചയായ വിഷയമാണ്. പിന്നെ അതുപോലെ തന്നെ ദിയ കൃഷ്ണയുടെ കാര്യം. അപ്പോൾ ഇതിലെല്ലാം എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും നമ്മളെ മക്കളെ വളർത്തുന്നത് എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ ഓരോ മക്കളെ പ്രസവിച്ചെടുത്ത് അവരെ കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ സ്വപ്നം കണ്ടാണ് അവരെ വളർത്തുന്നത്. നമ്മുടെ പ്രതീക്ഷ തന്നെ അവരായിരിക്കും, അല്ലേ? നമ്മുടെ ശ്വാസം തന്നെ അവരായിരിക്കും. എല്ലാ അച്ഛനമ്മമാർക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അവർ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവർ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, 2 കുട്ടിയാവട്ടെ, 3 കുട്ടിയാവട്ടെ, അവർ വാശി പിടിക്കുന്നത് നമ്മളെ കൊണ്ട് നടക്കാത്തൊരു കാര്യത്തിനാണ് അവർ വാശി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരടുത്ത് നോ എന്ന് പറയുക. അവർ കുറച്ച് നേരം കരയും, അത് കഴിഞ്ഞിട്ട് പറ്റില്ല എന്ന് അവർ മനസ്സിലാക്കി പോയിക്കോളും. അതേപോലെ നമ്മുടെ ജീവിത സാഹചര്യം അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വളർത്തിയെടുക്കുക. നമുക്ക് അച്ഛനമ്മയ്ക്ക് ഈ ജോലിയാണ്, നമുക്ക് ഇത്രയാണ് പറ്റുള്ളൂ, ഇതൊക്കെയാണെന്നുള്ള സാഹചര്യം അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വളർത്തിയെടുക്കുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതിനു വേണ്ടി വാശി പിടിക്കത്തില്ല. കുറച്ച് ദിവസം വാശി പിടിക്കും, പിന്നെ അത് നടക്കില്ല എന്ന് വരുമ്പോൾ അവർ നിന്നോളും. അതില്ലാതെ നമ്മൾ ചോദിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും അത് പിന്നെ വലിയ വലിയ കാര്യങ്ങളാണെങ്കിലും അത് ചിലപ്പോൾ നമ്മൾ സാധിച്ചു കൊടുക്കും. പക്ഷെ കുറച്ച് വലുതാകുമ്പോഴത്തേക്കും അവർ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അവർ വിചാരിക്കും എക്സാം റിസൾട്ടാവട്ടെ പാസ്സായില്ല, അല്ല ഞാൻ വിചാരിച്ചൊരു കാര്യം നടന്നില്ല എന്ന് വിചാരിക്കാൻ ഡിപ്രഷനിലോട്ട് പോയിട്ട് നേരെ പോകുന്ന ആത്മഹത്യയിലോട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ തന്നെ ഒരു കാരണമാവുകയാണ്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ അച്ഛനും അമ്മയും തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നോന്ന് തന്നെ പറഞ്ഞ് വളർത്തുക. അത് നമ്മൾ കുട്ടികൾ ആദ്യം വിഷമിക്കും, സാരമില്ല, അവരുടെ സന്തോഷമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തുക. അതേപോലെ ഏതൊരു സിറ്റുവേഷനും അച്ഛനും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്ത് സിറ്റുവേഷൻ ആവട്ടെ. ചിലപ്പോൾ അവർ ഷെയർ ചെയ്യാൻ പേടിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മൾ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കത്തില്ല. സ്കൂളിൽ പോയിട്ട് വരുമ്പം അവരവരുടെ പാട് നോക്കും, അച്ഛനമ്മമാർ അവരുടെ പാട് നോക്കും. സംസാരിക്കുക, കിട്ടുന്ന സമയം, ജോലിക്ക് പോകുന്നവരാവട്ടെ ജോലി പോകാതാവട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടില്ല, ചിലപ്പോൾ കിടക്കുന്ന സമയം, അപ്പോഴും മക്കളുടെ അടുത്ത് സംസാരിക്കുക. അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ പറയും, എന്താണെങ്കിലും അച്ഛനമ്മയും കൂടെയുണ്ട്, ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണ്, ഇതൊക്കെ നിസ്സാരമല്ലേ, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വളർത്തിയെടുക്കുക. എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് അതൊരു ധൈര്യമാണ്. പിന്നെ ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ നമുക്ക് രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അവരെ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തുകയാണ്. അപ്പോൾ ആൺമക്കളാവട്ടെ നമ്മൾ പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത്, മക്കളെ നല്ലോണം നീ പഠിച്ച് നീ സ്വന്തം കാലിൽ നിന്ന് നീ ഒരു ജോലി കയറി നിൻ്റെ കാര്യം കുഞ്ഞിനെ നീ നോക്കണം, നീയാണ് അവരെ പോറ്റേണ്ടത്. ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പം മക്കളും ജോലിക്ക് പോകുന്നുണ്ടില്ല ഞാൻ പറയുന്നില്ല. ചില സാഹചര്യം ചിലപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ഡെലിവറി സമയമാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, നീയാണ് നിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും നോക്കേണ്ടതെന്നുള്ളത്. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഡൗറി വാങ്ങിച്ചാൽ നീക്ക് കുടുംബത്തിനെ നോക്കണം. ആ ഒരു തെറ്റായ ധാരണ മക്കളിൽ വളർത്തിയെടുക്കാതിരിക്കുക പേരൻസ്. അവർ പഠിക്കട്ടെ, അതേപോലെ അവരെ പഠിക്കാൻ വിടുക. നമ്മുടെ മക്കളുടെ കഴിവ് നമുക്കറിയാം, അല്ലേ? അത് നമ്മൾ മറ്റുള്ള സൊസൈറ്റിക്ക് വേണ്ടി, അപ്പുറത്തുള്ളവർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി അവരെ ഒന്ന് കഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം അവരെ കുത്തിത്തിരിക്കാതിരിക്കുക. അവർ പഠിക്കുന്നു നീ പഠിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ കഴിവ് നമുക്കറിയാമല്ലോ, അല്ലേ? ഏത് ആൾക്കാരെക്കാളും നമ്മുടെ പാരൻസിനെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ ആ കഴിവിനനുസരിച്ച് അവർ പഠിക്കട്ടെ, അതനുസരിച്ചുള്ള ഒരു ജോലിക്കുള്ള ഒരു കോഴ്സ് അവർ പഠിക്കട്ടെ, തീർച്ചയായിട്ടും അവർക്ക് കിട്ടും. അപ്പോൾ അവർ സന്തോഷത്തോടെ പഠിക്കുകയും ചെയ്യും. എന്നെക്കൊണ്ട് കഴിയുന്ന ഇതാണ്, അതോടെ ഞാൻ ഇത് കയറി, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പഠിക്കണം എന്നുള്ളൊരു ബോധം വരും. നമ്മളവരെ കുത്തിത്തിരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പഠിക്കുകയും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതെല്ലാം പാരൻസിന് വേണ്ടി അവർക്കെന്നുള്ള ചിന്ത അവർക്ക് വരാതായി പോവുകയാണ്. അപ്പോൾ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, അവരെ ഇഷ്ടത്തിന് അവരെ പഠിക്കാൻ വിടുക. അവർ പഠിക്കും, തീർച്ചയായിട്ടും അവർ പഠിക്കും, പഠിക്കാതിരിക്കത്തില്ല. അവർക്ക് അപ്പോഴേ അവർ ബോധം വരും, അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പഠിക്കുകയാണ്, എന്നെക്കൊണ്ട് ഇത്രയും കഴിവുള്ളൂ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു ജോലി കയറണം എന്നുള്ളൊരു ബോധം അവർക്ക് വരും. അവർ ആ ഒരു ഡിപ്രഷനിലോട്ട് പോകത്തില്ല. അവർ സന്തോഷമായിട്ട്, അവരെ സന്തോഷമല്ലേ നമുക്ക് മെയിനായിട്ട് ഞാൻ പറയുന്നത്. പാരൻസിന് വേണ്ട മക്കളുടെ സന്തോഷം, അവർക്ക് വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ, അല്ലേ? അവർ സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന പാരൻസിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്.
അതേപോലെ തന്നെ പെൺമക്കളാണെങ്കിലും ഏത് കാര്യത്തിനും ഞാൻ കൂടെയുണ്ട്, അച്ഛനമ്മയും കൂടെയുണ്ട്. കല്യാണം കഴിച്ച് പോയിട്ടാണെങ്കിലും അവിടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും അയ്യോ അവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ദയവ് ചെയ്ത് നോക്കരുത്. നമ്മുടെ മക്കളുടെ സന്തോഷമാണ്. അവരെ നിങ്ങൾ അടുത്തെപ്പോഴും ഞാനും അച്ഛനമ്മയും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്കത് വലിയൊരു സമാധാനമാണ്. അത് നഷ്ടപ്പെട്ടെന്ന് കഴിയുമ്പോഴാണ് അവർ പല സമയത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അതിനൊരു ഇട കൊടുക്കാതിരിക്കുക, അവരെപ്പോഴും കൂടെ ചേർത്ത് നിർത്തുക. അതേപോലെ നമ്മുടെ മക്കൾക്ക് ഒരാൾ ഡൗറി ചോദിച്ചാണ് വരികയാണെങ്കിൽ കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ സ്വന്തം മക്കൾ അവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പെൺമക്കളാണെങ്കിൽ വിൽക്കുകയാണ്. കാശ് കൊടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നു, നമ്മൾ വിൽക്കുന്നു. അതല്ലേ, ദയവ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ അച്ഛനമ്മ ഇപ്പോൾ എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, നമ്മളെക്കൊണ്ട് കഴിയുന്ന നമ്മളെ മക്കൾക്ക് കൊടുക്കും. അങ്ങനെ ആര് വരുന്നു അവർക്ക് മാത്രം സ്വന്തം മക്കളെ കൊടുക്കുക. നമ്മൾ ഒന്ന് നഷ്ടപ്പെട്ടിട്ട് കയ്യിൽ നിന്ന് പോയതിന് ശേഷം ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല, തിരിച്ച് കിട്ടത്തില്ല. പിന്നെ ഓരോരുത്തർക്കും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഓരോ കണ്ടൻറ്റായി അതേക്കുറിച്ച് പറയാം. പിന്നെ അത് അവരുടെ ഇഷ്ടമല്ലേ, അതിനൊരു ഇട കൊടുക്കാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ദിയ കൃഷ്ണയുടെ കാര്യമാണ്. ഞാൻ പറയട്ടെ, അതിലെന്ത് തെറ്റാണ് നിങ്ങൾ എല്ലാവരും കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചോളം ആ കുട്ടി ഭാഗ്യവതിയാണ്. കാരണം ആ കുട്ടിക്ക് ആ ഒരു ചാൻസ് കിട്ടി അല്ല, അവരുടെ ഫാമിലിക്ക് ആ ചാൻസ് കിട്ടിയോണ്ട് അവർ കാണുന്നു. പണ്ടൊക്കെ ആരും ഹോസ്പിറ്റലിൽ ഡെലിവറി കാണാൻ ഹസ്ബൻഡിനെ അനുവദിക്കാറില്ല, ആരും പോകാറുമില്ല, ചോദിക്കാറുമില്ല. അത് മെയിൻ കാര്യം. ആരാ ചോദിച്ചിട്ടുള്ളത്, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കാറുമില്ല, പോകാറുമില്ല, അവർ വിളിക്കാറുമില്ല. ആ ഒരു സാഹചര്യം ആ കുട്ടിക്ക് കിട്ടി. ആ കുട്ടിയുടെ ഭാഗ്യം അത്ര തന്നെ. അങ്ങനെ വിചാരിക്കുക, പോസിറ്റീവ് ആണ്. അപ്പം ആ ഒരു സന്തോഷ നിമിഷമാണ് ആ ഒരു കൊച്ചു ജനിക്കുക എന്നുള്ളത് നമ്മളെ ഒരു പ്രതീക്ഷയും സന്തോഷവും സ്വപ്നവും ഒക്കെ അല്ലേ. അത് ആ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് കിട്ടാൻ പോകുന്നില്ല. ആ ഒരു നിമിഷം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ, അതവർ കിട്ടിയവർ സന്തോഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് അതിനൊരു സാഹചര്യം നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എനിക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളും പോവുക, നിങ്ങളും കാണുക ആ ഒരു സന്തോഷ നിമിഷം. അത്ര തന്നെ, പോസിറ്റീവ് കാണുക, തെറ്റായിട്ട് കാണണ്ട. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് തല പൊഴിഞ്ഞ് ആലോചിച്ച് അന്നത്തെ ദിവസം വേസ്റ്റാക്കി സ്ട്രെസ്സായി ഡിപ്രഷനിലോട്ട് പോകുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ നമ്മളെ കാര്യം നോക്കി സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ സന്തോഷമായാൽ നമ്മളെ ഫാമിലി സന്തോഷമായിട്ടിരിക്കും. അതില്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിൽ വെച്ച് ചുമന്ന് ഡിപ്രഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഞാനും നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും അല്ലേ, തീർച്ചയായിട്ടും വരും. ചെയ്യാത്തൊരു കാര്യവും നമുക്ക് അതിനൊരു പ്രൂഫും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പലരും നമ്മളെ ആരോപിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനുഷ്യനായിട്ട് എല്ലാവർക്കും ദേഷ്യം വരും. ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ അതിൻ്റെ പുറമേ നിന്ന് വാദിച്ച് ഞാനാണ് ശരിയെന്ന് പറഞ്ഞ് പോകുന്നതിൽ ഒരു കാര്യമില്ല. കാരണം തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുന്നവരും നമ്മളെ ചിലപ്പോൾ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർ തീർച്ചയായിട്ടും ഇതല്ല വേറൊരു റീസൺ കണ്ടുപിടിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കിയിരിക്കുക. അത് വേറെ കാര്യം. അതങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരാളുമായിട്ട് അവർക്ക് നമ്മളെ വേണ്ട, നമ്മളെ ഒഴിവാക്കണം എന്നുള്ളതെങ്കിൽ അവർ പല കാരണങ്ങളും കണ്ടുപിടിച്ച് നമ്മളെ കൊണ്ടുവരും. നമ്മളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തർക്കിച്ചിട്ട് വാദിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാമല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അത് മതി. നമ്മൾ ആരെയും ബോധിപ്പിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മളായിട്ടിരിക്കുക, നമ്മളെ മക്കളുമായിട്ട് സന്തോഷമായിട്ടിരിക്കുക, അവർക്ക് എന്ത് വേണോ അത് നോക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുള്ള റൈറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ. അപ്പം ഇപ്പോൾ അത് വെച്ചൊരു കോണ്ടൻറ്റ് ആക്കാന്ന് വെച്ചാൽ അത് വെച്ച് റിവ്യൂ ചെയ്ത് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് അവരുടെ ഒരു പേഴ്സണലാണ്. ഇത് എൻ്റെ അഭിപ്രായമാണ്, വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. ഇതിൽ നിങ്ങളെ കമൻറ്റ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക. നിങ്ങളെ അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടാതിരിക്കുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് എന്താ, എല്ലാവരും എന്തിനാണ് വീഡിയോ ഇടുന്നത് പറയും, എല്ലാവരും എന്തിനാണ് വീഡിയോ ഇടുന്നത്? അതെന്താ എൻ്റെ വീട്ടിൽ ഞാൻ അത് ചെയ്തു ഇത് ചെയ്യുന്നു കാണിക്കാനോ ഒന്നുമല്ല. അതിൽ നിന്നൊരു സമ്പാദ്യം, ഒരു കാശുണ്ടാക്കുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് എല്ലാവരും കാണുന്നത് അല്ലേ, അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് എൻ്റെ വീഡിയോ നോക്കിയിട്ട് ഞാൻ ഇതിൽ നല്ല കണ്ടൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ക്ലാരിറ്റി കുറവ് കാണും, അല്ലെങ്കിൽ എൻ്റെ സംസാരിക്കുന്ന ഭാഷ ശരിയല്ലായിരിക്കാം, അല്ലെങ്കിൽ വോയിസ് നല്ലതല്ലായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പല കാരണങ്ങൾ കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടിയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, അല്ലാതെ എൻ്റെ വീട്ടിൽ ഇതുകൊണ്ടൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതും കൂടെ മനസ്സിലാക്കുക. എല്ലാവരും ഓരോ വീഡിയോ ഇടുന്നത് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം, ഇപ്പോൾ സ്ത്രീകൾ ഇടുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അവർക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയാൽ എല്ലാവരും ഇടുന്നത്. അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്നിച്ച് രക്ഷപ്പെട്ട് എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക.
ആ, പിന്നെ ഞാനിത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഞാൻ പിന്നെയും പറയണം, എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ അടിയുണ്ടാക്കാനോ വേണ്ടി ഒന്നുമല്ല. ഞാൻ മെയിനായിട്ട് ഇട്ടത് പാരൻസിന് വേണ്ടിയാണ്. പാരൻസാണ് എല്ലാം. അവരാണല്ലോ മക്കളെ വളർത്തിയെടുക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നമ്മളെ കൊച്ചുമക്കൾ ഇനിയും തെറ്റായ വഴികളിലൂടെ പോകാതെയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം എന്നും കാണുന്നതാണ്. കുറേ ദിവസമായിട്ട് ഈ റിതന്യയുടെ കാര്യം തന്നെ കാണുന്നു. സ്കൂൾ എക്സാം റിസൾട്ട് വരാറാകുമ്പോൾ ഒരുപാട് ആത്മഹത്യകൾ കാണുന്നു. അപ്പോൾ ഇതിലൊക്കെ വേദനിക്കുന്നതും കഷ്ടപ്പെടുന്നതും പാരൻസ് മാത്രമാണ് അല്ലേ. നമുക്ക് നഷ്ടം നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ നഷ്ടങ്ങൾ വരാതിരിക്കാനും കഷ്ടപ്പാട് വരാതിരിക്കാനും വന്നതിന് ശേഷം നമ്മൾ കരഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നും നടക്കും. നമുക്ക് നഷ്ടപ്പെട്ട് പോയതാണ്. അതിനു മുമ്പ് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്. അവരുടെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. അവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ കൂടെ നിൽക്കുക. അവർക്ക് എന്ത് കഷ്ടപ്പാടുണ്ടോ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർ ചിലപ്പം പറയാതിരിക്കും, അച്ഛനമ്മ എന്ത് വിചാരിക്കും എന്നല്ല. അവർ കുറേ നേരം അവരോട് സംസാരിച്ച് വരുമ്പോൾ കളിച്ച് കാര്യമായി സംസാരിച്ച് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഓപ്പണായിട്ട് അവർ ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. വേറെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്ര തന്നെ. ഇതിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കണോ വേണ്ടയോ, ഇനി ആൾക്കാരെന്തെങ്കിലും വിചാരിക്കുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ വിചാരിച്ചു എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. അത് കാരണം ആർക്കെങ്കിലും ഒന്ന് ഉപയോഗമാണെങ്കിൽ, ആർക്കെങ്കിലും അതൊന്ന് മനസ്സിൽ തട്ടുകയാണെങ്കിൽ, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ കൊച്ചുമക്കളെ നിങ്ങളടുത്ത് പറയാനുള്ളത്, തെറ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കില്ല. അതിന് മുമ്പ് നിങ്ങളെ പാരൻസിനെ ചിന്തിക്കുക.